ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രണ്ട് എക്സെപ്ഷണൽ അച്ചീവേഴ്സ് ആണ്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ +1 +2 എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ബാച്ചിൽ നിന്ന് പഠിക്കുകയും ഹയർ സെക്കൻഡറി എക്സാമിൽ 1200 മാർക്കും സ്കോർ ചെയ്ത രണ്ടുപേര്. ഫസ്റ്റ് വൺ ജൂന ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അംന. വെൽക്കം. നമ്മൾ ഇന്ന് ഇവരുടെ അടുത്ത് ചോദിക്കുന്നത് അവരുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സിൽ ചെയ്തിരുന്നത്, യൂണിവേഴ്സിൽ പ്രൊവൈഡ് ചെയ്ത ഡീറ്റെയിൽസ്. രണ്ടുപേരും നീറ്റ് ആസ്പിരൻസ് ആണ്. നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ +2 ഹയർ സെക്കൻഡറി എക്സാമിനും വേണ്ടി അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്, അവർ ഫോളോ ചെയ്തിരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങൾ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. ആദ്യമായി ജൂന, ആക്ച്വലി ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. +1 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. സ്വാഭാവികമാണല്ലോ, അങ്ങനല്ലേ +2 ഫുൾ മാർക്ക് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ +2 എക്സാം എഴുതുമ്പോൾ, ഹയർ സെക്കൻഡറി എക്സാം എഴുതുമ്പോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്? എനിക്ക് ലാംഗ്വേജ് ഒക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഫുൾ മാർക്ക് അല്ല, ലൈക്ക് നല്ല മാർക്ക് ഉണ്ടാവുമോ എന്നുള്ള കാരണം അതിന് വല്ലാതെ നോക്കിയിട്ടില്ലായിരുന്നു ലാംഗ്വേജ് ഒക്കെ. മറ്റേ +1 ഞങ്ങൾക്ക് കുറെ സമയം ഉണ്ടായിരുന്നു ലാംഗ്വേജ് പഠിക്കാൻ. ഇംഗ്ലീഷിനൊക്കെ ഏകദേശം 1 വീക്കോളം ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഇംഗ്ലീഷൊക്കെ നല്ലോണം തറവാക്കി വെച്ചിരുന്നു. പക്ഷെ +2 അത്ര ടൈം കിട്ടിയിട്ടില്ല. അപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു. ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള ടെൻഷൻ ആയിരുന്നു? അല്ല, നല്ല മാർക്ക് A+ ഒക്കെ വരുമെന്നുള്ളത് ഉണ്ടായിരുന്നു. എന്താണ് അമ്നന്റെ ഫീലിംഗ് എക്സാമിന് പോകുന്ന സമയത്ത്, അതായത് ഹയർ സെക്കൻഡറി എക്സാമിന്റെ സമയത്ത് ഫുൾ മാർക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഫുൾ മാർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല മാർക്ക് ഉണ്ടാവും. ലാംഗ്വേജിലൊന്നും അത്ര പേടിയൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ലാംഗ്വേജ് ആണ് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള. ലാംഗ്വേജ് ആണ് നീ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ പേടി ഉണ്ടായിരുന്ന ടോപ്പിക്കുകൾ, സബ്ജക്റ്റുകൾ? ഓക്കെ, അങ്ങനെയുള്ള സബ്ജക്റ്റുകളായിരിക്കും. ഓക്കെ, സോ എന്ത് തന്നെയാണെങ്കിലും ഒരു മാർക്ക് നഷ്ടപ്പെടാൻ വളരെ ഈസിയാണ്. സോ 2 വർഷം ഹയർ സെക്കൻഡറിയുടെ +1 +2 എക്സാമുകൾ എഴുതിയിട്ടും ഒരു മാർക്ക് പോലും ലാംഗ്വേജിലോ അല്ലാത്ത സയൻസ് വിഷയങ്ങളിലോ, ഇപ്പോൾ മാത്സിലോ ഫിസിക്സിലോ പോലും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത സ്കോറാണ് ഇവർ കരസ്ഥമാക്കിയത് എന്നുള്ളത് വളരെ വലിയ അപ്രീസിയേഷൻ അർഹിക്കുന്ന അച്ചീവ്മെന്റ് തന്നെയാണ്. ഇനി ഹയർ സെക്കൻഡറി എക്സാമും ഒരു നീറ്റ് എക്സാമും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് വ്യത്യാസം കാണുന്നത്? നല്ല ഡിഫറൻസ് ഉണ്ട്. രണ്ടിനും പ്രിപ്പയർ ചെയ്യേണ്ട രണ്ട് രീതിയിലാണ്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ്, മറ്റേ MCQ. പിന്നെ നീറ്റിന് MCQ നല്ല സ്ട്രോങ് ആവണം. ആ ഒരു ലൈക്ക് ചാപ്റ്ററിന്റെ എല്ലാ ഡയമെൻഷനിലും നമ്മൾ കാണുള്ളൂ. അപ്പൊ അതിന് നല്ല ഡിഫറൻസ് ഉണ്ട്. ആ തരത്തിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂന? ഞാൻ കുറച്ചൊക്കെ നോക്കിയിരുന്നു. ഞാൻ +1 ഇങ്ങനെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒക്കെ അപ്പൊ തന്നെ ചെയ്ത് മൾട്ടിപ്പിൾ ചോയ്സ്. അമ്ന ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രിപ്പറേഷൻ, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തിരുന്നു? ഞാൻ ഇവിടുത്തെ ക്ലാസ്സസ് ഫോളോ ചെയ്തിരുന്നു. എക്സ്ട്രാ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്വന്തമായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നീറ്റ് എക്സാമിന് വന്ന സ്കോർ ഒരു സഫീഷ്യന്റ് സ്കോർ ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അമ്നയുടെ കേസിൽ അല്ല. ഓക്കെ, അപ്പോ അടുത്ത പ്രാവശ്യം എന്താണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? കൺഫേം ചെയ്താണ്. ഓക്കെ, നീറ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. MBBS കുറഞ്ഞ ഒന്നും പോരാ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാണ് അമ്ന വിചാരിക്കുന്നത്? കുറച്ചുകൂടി ജോന പറഞ്ഞ പോലെ MCQs ഒക്കെ ഫോക്കസ് ചെയ്യണം. ജസ്റ്റ് കോൺസെപ്റ്റ്സ് പഠിക്കണേനും കൂടുതലും ക്വസ്റ്റ്യൻസ് അല്ല, കോൺസെപ്റ്റ്സ് മാത്രം അങ്ങനെ പഠിച്ചിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തില്ല. ബോർഡ് എക്സാമിന് വേണ്ട ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈ വർഷം തന്നെ, അതായത് ഈ ഒരു +1 +2 കൂടെ തന്നെ ചെയ്തുകൂടായിരുന്നു? ആക്ച്വലി ചെയ്യാമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു എഫേർട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സംഭവിച്ചത്. ഓക്കെ, ജൂനിയർ കേസിൽ എന്താണ് അടുത്ത വർഷം സ്ട്രാറ്റജീസ്? ഒന്നുകൂടി ഇപ്പോ തീരെ അറിയാത്ത വീക്കായ പോർഷൻസ് നല്ലോണം ഒന്ന് ഊന്നലെടുത്ത് പഠിക്കണം. പിന്നെ തന്നെ ചില ഇതിൽ ഡൗട്ടുകൾ ഉണ്ടാവും, പിന്നെ നമ്മളത് വിടും. ഡൗട്ട് പെർസ്യൂ ചെയ്യണം. നമ്മുടെ ക്ലിയർ ആവാത്ത ഡൗട്ട്സ് നമ്മൾ പെർസ്യൂ ചെയ്യണം. തീർച്ചയായും അത് തന്നെയാണ് ചെയ്യേണ്ടത്. മറ്റൊരു ഡിഫറൻസ്, ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷനും എൻട്രൻസ് എക്സാമുകളുടെ JEE ആവട്ടെ നീറ്റ് ആവട്ടെ അതിന്റെ പ്രിപ്പറേഷനും രണ്ടും ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ്. ആക്ച്വലി ബോർഡ് എക്സാമിന് നമുക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സ്ഥിരമായിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ്, അതൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് എന്നല്ല, നല്ല മാർക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പല ഭാഗത്തുനിന്ന്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ അധികം ഫോക്കസ് ചെയ്യാത്ത, ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പല ഭാഗത്തുനിന്നും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ
നമ്മൾ ഒരു ബോർഡ് എക്സാമിന്റെ ക്ലാസ്സും എൻട്രൻസ് എക്സാമിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലാസ്സുകൾ തമ്മിൽ വ്യത്യാസം തോന്നിയിരുന്നോ? എന്താണ് ജൂനൊക്കെ പറയാനുള്ളത്? തോന്നിയിരുന്നു. നമ്മൾ സ്കൂളിൽ തന്നെ ചില സബ്ജക്റ്റ് ഒക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും ഡീപ്പായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ MCQ ഒക്കെ ചെയ്യണ ആ ഒരു MCQ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് എടുക്കുന്നത്. അതായത് കുറച്ച് ഇപ്പോൾ പുറത്തുനിന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ആക്ച്വലി അതൊക്കെ NCERT-ലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നമ്മളത് കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് പുറത്തുനിന്നാണോ എന്ന് തോന്നുന്നത്. പലപ്പോഴും ചില ടോപ്പിക്കുകളൊക്കെ ഞാൻ തന്നെ കാണുമ്പോൾ ഇത് NCERT-ലുള്ളതായിരുന്നു, ഞാനത് പറയാറുണ്ടായിരുന്നു, പക്ഷെ NCERT-ലുള്ളതാണെന്ന് അറിയാതെയാണ് പലപ്പോഴും പറയാറ്. പിന്നെ മനസ്സിലായതൊക്കെ NCERT-ലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത്. നമുക്ക് ഈ ഒരു ക്ലാസ് ഇപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റി ക്ലാസ് സ്വാഭാവികമായിട്ടും കുറച്ചധികം കണ്ടന്റുകൾ പറയും, കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അത് ഭയങ്കര ഒരു ഓവർ ബേർഡൻ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്? ഇല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബേർഡൻ ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാത്തോണ്ട് തോന്നിയില്ല. ഓക്കെ, അപ്പൊ അത് കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ലെവലില് അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാത്തത് കൊണ്ട് അത് വലിയ പ്രയാസമായിട്ടും തോന്നിയിട്ടില്ല. അത്രക്കൊന്നും അങ്ങോട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ട്. ഓക്കെ, സോ രണ്ടുപേരും ആക്ച്വലി നെക്സ്റ്റ് ഇയറിൽ നീറ്റിന് ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ അറ്റംപ്റ്റ് നല്ല സ്കോർ 720-ൽ 720 തന്നെ ഇതുപോലെ എയിം ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ കമ്മിങ്.